ഹലോ, നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും SSK ചന്ദ്രകാന്തത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് ഭൂട്ടാനിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തലസ്ഥാനമായ തിമ്പു, അവിടുന്ന് ഡോച്ചുല പാസിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ലക്ഷ്യ ട്രക്സ് ആൻഡ് ട്രിപ്സിന്റെ കൂടെ വന്നിരിക്കുന്ന സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിൽ ഇറങ്ങി വിമാനത്തിൽ ഇൻഡിഗോ. ഹൈദരാബാദിൽ നിന്ന് ബാഗഡോഗ്ര എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിൽ ഉള്ള എയർപോർട്ടാണ്. അവിടെ നിന്ന് ഒരു ബസ്സിൽ സഞ്ചരിച്ചു. ഫിയൻഷോളിംഗ് എന്ന് പറയുന്ന ഭൂട്ടാന്റെ ഗേറ്റ്വേ. അത് കഴിഞ്ഞ ശേഷം ഉള്ള സഞ്ചാരമാണ് ഒരു മിനി ബസ്സിൽ നേരെ തിമ്പു വഴി നേരത്തെ പറഞ്ഞതുപോലെ ഡോച്ചുല പാസിലേക്കാണ് പോക്ക്. സുഹൃത്തുക്കളെ, മലകളുടെ ഇടയിലുള്ള മനോഹരമായ ഭൂമിക, അതാണ് ഒറ്റ നോട്ടത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂട്ടാൻ. ഹിമാലയ പർവ്വത നിരകളുടെ ഈസ്റ്റേൺ ഹിമാലയാസിന്റെ അടിവാരത്തുള്ള ചെറു കുന്നുകളുടെയും മലകളുടെയും ഇടയിലുള്ള മനോഹരമായ ഭൂമികയാണ്. ശുദ്ധവായു, അതിൽ വളരെ കോംപ്രമൈസ് ഇല്ല. പരിസ്ഥിതി സംരക്ഷണം കോംപ്രമൈസ് ഇല്ല. പിന്നെ GDP എന്ന് പറയുന്നതല്ല, GNH എന്ന് പറഞ്ഞാൽ ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സിനാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിനല്ല. അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനം, നമ്മുടെ സമ്പത്തിന്റെ അളവുകോല്, രാജ്യത്തെ സമ്പത്തിന്റെ അളവുകോല് അതല്ല, ദേശീയ മൊത്ത സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ബുദ്ധമതക്കാരാണ് ഇവിടുത്തെ നാട്ടുകാർ. അതുകൊണ്ട് തന്നെ ബുദ്ധന്റെ ആപ്തവാക്യം സന്തുഷ്ടരായിരിക്കുക, ആനന്ദത്തോടെ ഇരിക്കുക, ജീവിതം ആസ്വദിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ഫിലോസഫിയാണ്, തത്വചിന്തയാണ്. വളരെ ചെറിയൊരു രാജ്യം, 7.5 ലക്ഷം ജനങ്ങൾ, അതിൽ 1.5 ലക്ഷവും തലസ്ഥാനമായ തിമ്പു. സുഹൃത്തുക്കളെ, ഗോക്കള് വരുന്നു. കാലാകാലങ്ങളായി നമ്മെ പാലൂട്ടി വളർത്തിയ മാന്യദേഹങ്ങൾ. അപ്പോൾ അതൊക്കെ ആകസ്മികമായി സാന്ദർഭികമായി വന്നു ഭവിക്കുന്നതാണ്. 1907 വാങ്ചുക് രാജവംശം സ്ഥാപിച്ചത് ഉഗ്യേൽ വാങ്ചുക്കാണ്. അദ്ദേഹം ടിബറ്റൻ റംബൂച്ചയായിരുന്നു. അപ്പോൾ ആ ഭരണം സ്ഥാപിച്ച ആ ഒരു പട്ടാഭിഷേക കിരീടധാരണത്തിന്റെ ദിവസം ഒരു 1907 ഡിസംബർ 17 അത് തന്നെയാണ് ഇവരുടെ നാഷണൽ ഡേ. സുഹൃത്തുക്കളെ, മനോഹരമായ പ്രകൃതി നോക്കുക. വളവും തിരിവുമുള്ള ഈ പ്രകൃതിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് തന്നെ എത്ര അനുഭൂതി സന്ദായകമാണ് എന്ന് ആലോചിച്ചു നോക്കൂ. നല്ല ഒരു വാഹനത്തിൽ ഇങ്ങനെ സ്വച്ഛന്തം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഭരിക്കുന്നത് 5ാം തലമുറ രാജാവ് ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക്. 46 വയസ്സുകാരനായ ചെറുപ്പക്കാരനായ സുന്ദരനായ ജിഗ്മേ ഖേസർ നാംഗ്യേൽ വാങ്ചുക്. അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ജഡ്സൺ പെമ, അത് ഒരു സാധാരണക്കാരിയാണ്. കൂടാതെ 3 മക്കളുണ്ട്, 2 ആൺമക്കൾ, ഇളയത് പെൺകുട്ടി. ഇദ്ദേഹം ഒരു പ്രത്യേകതയുള്ള രാജാവാണ്. ഇദ്ദേഹം ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി കൊണ്ടുവന്നു. അതായത് ജനാധിപത്യ ഭരണം. മൊണാർക്കിയാണ്, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് 5 വർഷം കൂടുമ്പോൾ നടക്കുന്നു. മന്ത്രിമാരുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്. നമ്മുടെ പ്രസിഡന്റിന്റെ സ്ഥാനമാണ് വേണമെങ്കിൽ നമ്മുടെ രാജാവിനെന്ന് പറയാം. അതായത് പരമാധികാരം രാജാവിന്. അപ്പോൾ ഇതിങ്ങനെ കയറി പോവുകയാണ്. തിമ്പു വരെ ഇങ്ങനെ കയറ്റം ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വളരെ മനോഹരമായ ഒരു രാജ്യം. ഇത് ആനന്ദത്തിന്റെ നാടായ ഈ നാട് കാണാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമാണ്. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. തിമ്പു വഴി ഡോച്ചുല പാസ്, അവിടെ നിന്ന് പുനാക്കയിലേക്ക് പോകണം. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മുടെ വാഹനം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഉപരിസഭ, അധോസഭ, നമ്മുടെ രാജ്യസഭ, ലോകസഭ എന്നൊക്കെ പറയും പോലെ ഉപരിസഭ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവിടെ ഇരിക്കുന്നത്. ഉപരിസഭ എന്ന് പറയുന്നത് നാഷണൽ കൗൺസിൽ, അധോസഭ എന്ന് പറയുന്നത് നാഷണൽ അസംബ്ലി. ഉപരിസഭയിൽ 21 അംഗങ്ങളുണ്ട്, അധോസഭയിൽ 47 അംഗങ്ങളുമുണ്ട്. അങ്ങനെ ഒരു ജനാധിപത്യ ഭരണകൂടമാണ് ഇവിടെ ഭരിക്കുന്നത്. രാജാവുണ്ട്, രാജാവാണ് ഭരിക്കുന്നതെങ്കിലും ജനാധിപത്യ രാജ്യങ്ങളിൽ ഏകാധിപതികൾ ഉള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഭൂട്ടാനിൽ നിന്ന് പഠിക്കേണ്ടത് സുഹൃത്തുക്കളെ. നാക്ക് തിരിയുന്നില്ല തണുപ്പ് കാരണം. ഓക്കെ, ബൈ. ബാക്കി വിശേഷങ്ങൾ പിന്നാലെ പങ്കുവയ്ക്കുന്നതാണ്.
അതോ സുഹൃത്തുക്കളെ, ഇപ്പോൾ നിൽക്കുന്നത് ജേഡുവിലാണ്. ജേഡു എന്ന് പറയുന്നത് തിമ്പുവിലേക്ക് പോകുന്ന വഴിക്ക് ഉള്ള ഒരു ഹയസ്റ്റ് പോയിൻ്റാണ്. ഇത് ഏകദേശം 2000 മീറ്റേഴ്സ് ഹൈറ്റ് ഉള്ളതാണ്. അതായത് 2 കിലോമീറ്റർ ഉയരം. അത് കറക്റ്റ് പറഞ്ഞാൽ 1999 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ ഒരു ചില ബുദ്ധസ്തൂപങ്ങൾ, ഒന്നിലധികം ബുദ്ധസ്തൂപങ്ങളുണ്ട്. ബുദ്ധസ്തൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ ടൂർ മാനേജരും മറ്റ് സുഹൃത്തുക്കളും ഒക്കെ അത് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. 2 ഗൈഡുകൾ ജെറ്റി ഇവിടെ ഉണ്ട്. നമ്മുടെ ടൂർ ഗൈഡ് വിജയ് സാർ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തന്നു. വിജയ് സാർ, താങ്ക് യു ഫോർ ദിസ് ഇൻഫർമേഷൻ. 2 കിലോമീറ്റേഴ്സ് ഹൈറ്റ് ആണ് എന്ന് പറഞ്ഞു തന്നത് വിജയ് സാറാണ്. പുത്ത ചോട്ടൻ സാർ ഹിയർ. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡാണത്. ടൂർ മാനേജറാണ് നമ്മുടെ. ഇല്ല, വീണില്ല, കുഴപ്പമില്ല. മാഹിൻ. നമ്മുടെ സുഹൃത്തുക്കൾ അതാണ് ബുദ്ധസ്തൂപങ്ങൾ. ചോട്ടൻസ് ഓഫ് ജേഡു ബുദ്ധസ്തൂപങ്ങൾ നിൽക്കുന്നു. കാണണം. ഇത്തരം സ്തൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. നേപ്പാളിൽ ജനിക്കുകയും ഇന്ത്യയിൽ പ്രവർത്തിക്കുകയും ചെയ്ത ശ്രീബുദ്ധൻ ഇന്ത്യയിലെ ബുദ്ധഗയയിൽ വെച്ച് നിർമ്മാണം പ്രാപിച്ചു. അപ്പോൾ ആ ബുദ്ധമത സ്ഥാപകനായ ഗൗതമ ബുദ്ധൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബുദ്ധമതം പ്രചരിച്ചത് ഇന്ത്യയിലും ഉണ്ട് കുറേയൊക്കെ, എങ്കിലും അത് ഭൂട്ടാനിലാണ്. അപ്പോൾ ഭൂട്ടാൻ, നേപ്പാൾ രാജ്യങ്ങളിൽ, അതുപോലെ പല രാജ്യങ്ങളിലും ബുദ്ധമതം നിലവിലുണ്ട്. അപ്പോൾ ഭൂട്ടാനിലെ പ്രധാന മതമാണ് ബുദ്ധമതം. അപ്പോൾ ജേഡുവിൽ സ്ഥാപിച്ചിരിക്കുന്ന ബുദ്ധസ്തൂപങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അത് കണ്ട് ബ്ലെസ്സിങ്സ് ഒക്കെ കൊടുത്ത് കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ജേഡുവിൽ എത്തി ഈ ചോർട്ടൻസ് ബുദ്ധസ്തൂപങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് പറയാനുണ്ട് സർ? നമുക്ക് തോമസ് സാറിനോട് ചോദിക്കാം. വളരെ മനോഹരമായിരിക്കുന്നു. പാരഡൈസ് എന്ന് പറയുന്നതാണ് ശരി. തീർച്ചയായിട്ടും കാശ്മീരിനെ കുറിച്ച് നെഹ്റുജി പറഞ്ഞ പോലെ തന്നെ വെരി വെരി നൈസ് പ്ലേസ്. പാരഡൈസ് ഓൺ എർത്ത്. ഒരു പാരഡൈസ് ലോകത്തുണ്ടെങ്കിൽ അത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞത് തന്നെയാണ്. മനോഹരമാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥയാണെങ്കിലും ശരി, ശുദ്ധവായു. അപ്പോൾ ഒരു ബുദ്ധ സ്തൂപങ്ങൾ ചോർട്ടൻസ് കണ്ടതിൻ്റെ സന്തോഷം. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത, ഉന്മേഷദായകമായ കാറ്റ് എല്ലാം കാണുമ്പോൾ തീർച്ചയായിട്ടും അതൊരു പാരഡൈസ് തന്നെയല്ലേ എന്ന് തോന്നിപ്പോകും എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ. അപ്പോൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. കണ്ടോ? ഇവിടെ കാണുന്ന കാഴ്ചകൾ ഹലോ, എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭൂട്ടാനിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇന്നലെ തിമ്പുവിൽ വന്ന് റൂമെടുത്തു. ഇന്ന് രാവിലെ യാത്ര തിരിച്ചിരിക്കുകയാണ് കുനാഖയിലേക്ക്. അപ്പോൾ ഇത് ഭൂട്ടാൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങളാണ്, ഏറ്റവും ഗ്രീനറിയുള്ള ഭാഗങ്ങളാണ്. ഭൂട്ടാൻ അനുസ്മരിക്കപ്പെടുന്ന പോലെ
അനുസ്മരിക്കപ്പെടുമാറ് അത്രയും മനോഹരമായ പ്രകൃതിയാണ്. എന്ന് മാത്രമല്ല, പുനാഖോ കേട്ടിടത്തോളം ഇനി കണ്ടു തന്നെ അറിയാം, ഏറ്റവും മനോഹരമായ ജോങ്, അതായത് കൊട്ടാരം, ഫോർട്രസ് ആണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് പരിചയപ്പെടുത്താം. പോകുന്ന വഴി അതിമനോഹരം. ഡോച്ചുല പാസ് വഴിയാണ് പോകുന്നത്. ഇത് ഡോച്ചുല പാസ്സാണ്. ഇത് ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലെ കൂടി പോകുമ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗമാണ് ഡോച്ചുല. 3100 മീറ്ററിലേക്കാണ് പോകുന്നത് ഹൈറ്റ്. അപ്പോൾ അങ്ങനെ വളരെ മനോഹരമായി യാത്ര മുന്നേറുകയാണ്. വളരെ ഗംഭീരമായ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാരഥി പ്രഗത്ഭനായ വീരഭദ്ര സിംഗ് അല്ല. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ സാരഥി വളരെ സുരക്ഷിതമായി വാഹനം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളിൻ്റെ പേര് വീരഭദ്ര റോയ് എന്നാണ്. വീരഭദ്ര സിംഗ് എന്ന് നേരത്തെ പറഞ്ഞു, സോറി, വീരഭദ്ര റോയ്. അതുപോലെ നമ്മുടെ ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്ന നമ്മുടെ ഗൈഡ് ഇവിടെ ഉണ്ട്. വളരെ മനോഹരമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ലാബ്ഷറി. ഹലോ ലാബ്ഷറി. ദിസ് ഇസ് ലാബ്ഷറി. അപ്പോൾ അദ്ദേഹമാണ്. ഇന്നലെ നമുക്ക് മറ്റൊരു ഗൈഡ് ഉണ്ടായിരുന്നു, വിജയ്ജി. അപ്പോൾ രണ്ടുപേരും പ്രഗത്ഭമതികളാണ്. രണ്ടുപേരും വളരെ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. ചോർട്ടൻസ് ആണ് എത്തിയിരിക്കുന്നത്. ചോർട്ടൺ, ഡോച്ചുല പാസിലെ ചോർട്ടൺ. അപ്പോൾ അത് കാണാനാണ് വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇറങ്ങിയതിന് ശേഷം പറയുന്നതാണ് സുഹൃത്തുക്കളെ. ബായ്. ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഡോച്ചുല 3100 മീറ്റർ ഉയരമുള്ള റോഡ് മാർഗം, മോട്ടോറബിൾ റോഡല്ല, ബസ് റൂട്ടിൽ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഭൂട്ടാനിൽ ഇതാണ് ഡോച്ചുല എന്ന് പറയുന്ന 3100 മീറ്റർ ഹൈറ്റുള്ള ഡോച്ചുലയിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ വളരെ വളരെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. അത് പരിചയപ്പെടുത്താം സുഹൃത്തുക്കളെ. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, ഡോച്ചുലയിലെ ഏറ്റവും പ്രസിദ്ധമായ ഡോച്ചുല ചോർട്ടൻസ് ആണ് കാണുന്നത്. ഡോച്ചുലയിലെ പ്രസിദ്ധമായ ഡോച്ചുല ചോർട്ടൻസ് കാണിച്ചു തരാം. ഡോച്ചുല ചോർട്ടൻസ് എന്ന് വെച്ചാൽ സ്തംഭങ്ങൾ. അപ്പോൾ ബുദ്ധിസത്തിൽ ഉള്ളതാണ് ഇത്. ആരാധനയ്ക്ക് വേണ്ടി സ്തൂപങ്ങൾ സ്ഥാപിക്കുക. ഇത് സ്മാരകം എന്ന നിലയിൽ സ്ഥാപിച്ചിരിക്കുന്നതാണ് ഡോച്ചുല ചോർട്ടൻസ്. ഡോച്ചുല ഈ സ്ഥലത്തിൻ്റെ പേര്. ചോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്തൂപങ്ങൾ. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 108 എണ്ണമാണ് ഉള്ളത്. 108 എണ്ണം. ഇത് ഒരു ചരിത്ര സംഭവത്തിൻ്റെ സ്മാരക സ്തൂപങ്ങളാണ്. ആസാമിൽ നിന്ന് തീവ്രവാദികൾ ഇവിടെ എത്തപ്പെടുകയും ഈ നാട്ടിൽ ചില ഭീകരപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുകയുണ്ടായി.
ചെറിയ കിതപ്പുണ്ട് സുഹൃത്തുക്കളെ, ക്ഷമിക്കുക. ഒന്നാമത് ഹൈറ്റ് കൂടുതലാണ്, ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്. ഹിമാലയ നിരകളാണ് ആ കാണുന്നത്. ഇവിടെ നിന്ന് മനോഹരമായ ഹിമാലയ സാനുക്കളുടെ വിഷ്വൽ ലഭിക്കും. ഹിമാലയത്തിൻ്റെ കിഴക്ക് ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയാസ് എന്ന് പറയും. ഇത് പ്രസിദ്ധമായ കൊടുമുടികളൊക്കെ ഉണ്ട്. പാസഖാൻ, ഗംഖർ, ഫുയാൻസാം നാക്ക് തിരിയുന്നില്ല, അന്തപ്പെട്ട് കാണുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആ തുടങ്ങിയ കൊടുമുടികൾ, ഭൂട്ടാനിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളൊക്കെ ഈസ്റ്റേൺ ഹിമാലയസിലെ ഇവിടെ നിന്ന് ദൃശ്യമാകും. അപ്പം 108 ചോർത്തനുകളുണ്ട്. ആസാം തീവ്രവാദികളുടെ ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിക്കുകയും അതിൻ്റെ സ്മാരക സ്തൂപങ്ങൾ എന്നുള്ള നിലയിൽ ഈ 108 ചോർത്തനുകൾ സ്ഥാപിക്കുകയും ചെയ്തു. വളരെ മനോഹരമായ പ്രകൃതിയാണ്, സുന്ദരമായ പ്രകൃതിയാണ്. തോമസ് സാറ് പറയും പോലെ സുന്ദരമായ മുഖവും സുന്ദരമായ പ്രകൃതിയും ഒരുമിച്ച് നമ്മുടെ സുഹൃത്തുക്കളാണ്. ലക്ഷ്യ ടിപ്സ് ആൻഡ് ട്രക്സിലെ സുഹൃത്തുക്കൾ ഫോട്ടോ എടുത്ത് തകർത്ത് കൊണ്ടിരിക്കുകയാണ്, വീഡിയോയും. കാരണം അത്രയും മനോഹരമായ സ്ഥലം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ 108 ചോർത്തനുകൾ, അതിൽ സെൻറ്ററിൽ ഏറ്റവും ഉയരമുള്ള ഭാഗത്ത് ഏറ്റവും വലിയ ചോർത്തൻ ഉണ്ടോ, അതിൽ മണികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാറ്റടിക്കുമ്പോൾ നല്ല ശക്തമായ ശീതക്കാറ്റ് വീശുന്നുണ്ട്. മനോഹരമായ ഒരു നാദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ 108 ചോർത്തനുകൾ സ്ഥാപിച്ചിരിക്കുന്നു ഡോച്ചിലയിൽ. ഡോച്ചില പാസ് വഴിയാണ്, തിമ്പുവിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഡോച്ചില പാസ് വഴിയാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഒക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും വളരെ സന്തുഷ്ടരായി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഹലോ പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ ഡോച്ചില ചോർട്ടൻസ് ആണ്. ഡോച്ചില ചോർട്ടൻസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസാമിലെ തീവ്രവാദികളെ വളരെ മനോഹരമായ പ്രദേശങ്ങളാണ്, കുന്നുകൾ, പൈൻ മരങ്ങൾ നിൽക്കുന്നു. അതിമനോഹരമായ കാഴ്ച, തെളിഞ്ഞ ആകാശം. ഇത് ഒരു വലിയ ഭാഗ്യമാണെന്ന് പറയുന്നു, ഇത്ര തെളിഞ്ഞ ആകാശം കിട്ടുന്നത്. അതുകൊണ്ട് വളരെ മനോഹരമായി കാര്യങ്ങൾ ചിത്രീകരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡോച്ചില ചോർട്ടൻസ് 2003 ഇത് ഈ ഡോച്ചില ചോർട്ടൻസ് സ്മാരക സ്തൂപങ്ങൾ പണികഴിപ്പിച്ചത്. ഇത് ആസാമിലെ തീവ്രവാദികളെ ഭൂട്ടാനീസ് പട്ടാളം അമർച്ച ചെയ്തതിൻ്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ചതാണ് ഡോച്ചില ചോർട്ടൻസ്. ഇത് 102 ഉണ്ട്, 108 എണ്ണം. അതിൽ ഏറ്റവും വലുത്, ഏറ്റവും മുകളിൽ ഒരു വലിയ ചോർട്ടൻ സ്ഥാപിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഡ്രൂക്ക് വാങ്കിയേൽ ചോർട്ടൻസ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്, ഡ്രൂക്ക് വാങ്കിയേൽ ചോർട്ടൻസ്. അപ്പോൾ അത് നമ്മൾ ഡോച്ചില ചോർട്ടൻസ് എന്ന് ചുരുക്കി പറയാം. ഇവിടുത്തെ പല പേരുകളും ഭൂട്ടാനീസ് പേരുകളും നമുക്ക് വഴങ്ങൂല. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും കൃത്യമായി പറയാൻ ശ്രമിക്കാം. അപ്പോൾ ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരം, ഡോച്ചില ചോർട്ടൻസിൻ്റെ കാഴ്ച. ഇത് ചെറിയൊരു കുന്നും പ്രദേശത്താണ് നിൽക്കുന്നത്. 3100 മീറ്ററാണ് ഇതിൻ്റെ ഉയരം. മനോഹരമായ പൈൻ മര കാടുകൾ, ആൾ ചുറ്റപ്പെട്ട അതിമനോഹരമായ സ്ഥലമാണ്. നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഫോട്ടോ എടുത്ത് തകർത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ അക്കരെ ഒരു കുന്നിന് മുകളിൽ ഒരു മൊണാസ്ട്രി കാണാം. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ ഒരു കഫറ്റീരിയ ഉണ്ടെന്ന് പറയുന്നു.
ആ അവിടെയൊക്കെ നിന്ന് ആൾക്കാർ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാം നമ്മുടെ ആളുകളാണ്, അവരെ ശല്യപ്പെടുത്തണ്ട. നമുക്ക് ഇപ്പുറത്തൂടെ കറങ്ങി ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ സൂചിപ്പിച്ച പ്രകാരം ഒരു മൊണാസ്ട്രി കാണാം. പിന്നെ ഒരു കഫറ്റീരിയ അവിടെ ഉണ്ട്. ആ വൈറ്റ് ഫ്ലാഗ് വെള്ളക്കൊടി പറക്കുന്നത് കഫറ്റീരിയ. അങ്ങനെ വളരെ മനോഹരമായ സ്ഥലമാണ് ഡോച്ചുല. അവിടെയുള്ള ഡോച്ചുല ചോർട്ടൻസ് അഭിമാനപൂർവം ചിത്രീകരിക്കുന്നു സുഹൃത്തുക്കളെ. പ്രസിദ്ധമായ ഹിമാലയ സാനുക്കളുടെ ഭാഗങ്ങൾ, ഈസ്റ്റേൺ ഹിമാലയ. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ പ്രദേശത്തെ പറ്റി നമ്മുടെ MG യൂണിവേഴ്സിറ്റി പരീക്ഷാ കൺട്രോളറായി ഇരുന്ന തോമസ് സാറിന് എന്ത് പറയാനുണ്ടെന്ന് ചോദിക്കാം. സാർ എന്ത് പറയുന്നു സാർ ഇവിടെ നിൽക്കുമ്പോൾ? മനോഹരമായ സ്ഥലം. തീർച്ചയായും ശാന്തസുന്ദരമായ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അന്തരീക്ഷം ചുറ്റുപാടും ഹിമാലയ സാനുക്കൾ. ഹിമാലയ പർവ്വതത്തിന്റെ കുറെ ഭാഗങ്ങൾ കാണാൻ പറ്റും. മഞ്ഞ് മൂടി കിടക്കുന്നു. അതെ, തീർച്ചയായും വളരെ നല്ല തണുപ്പ്. ഒരു വലിയ ഭാഗ്യം തന്നെയാണ് എന്തായാലും. ഓക്കെ, അതാണ് തോമസ് സാർ. തീർച്ചയായും തോമസ് സാറിൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും അത് വളരെ ശരിയായ കാര്യമാണ് സാറ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സാർ സൂചിപ്പിച്ചതുപോലെ ഹിമാലയ സാനുക്കളുടെ പരിചയപ്പെടുത്താം. ഇതാ ഈസ്റ്റേൺ ഹിമാലയാസ്, അതായത് ഭൂട്ടാനിൽ നിന്ന് കാണപ്പെടുന്ന ഭൂട്ടാൻ്റെ ഭാഗമായ ഏറ്റവും ഉയർന്ന കൊടുമുടികൾ ഹിമാലയ സാനുക്കൾ, ഈസ്റ്റേൺ ഹിമാലയസിലുള്ള സാനുക്കളാണ് കാണുന്നത്. അപ്പോൾ ഈ കൊടുമുടികൾക്കൊക്കെല്ലാം ഓരോ പേരുകളുണ്ട്. അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ച് പറഞ്ഞാൽ ഇതൊക്കെ ഓരോന്ന് കിട്ടും. മാസഗാങ്, സെൻറ്റഗാങ് ഉണ്ട്. കാങ്ചുകാങ് എന്ന് പറയുന്നത്, കാങ് എന്ന് പറഞ്ഞാൽ കൊടുമുടിയാണ്. കാങ്ഖർ ഹുയൻസം ഏറ്റവും ഉയരമുള്ളത്. അത് അത്ര ദൃശ്യമല്ല എന്ന് തോന്നുന്നു, അതായിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ കാണുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അത് കാണാൻ കഴിഞ്ഞത്. ഓക്കേ, ഹലോ നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ലേ? കണ്ടോ? അതിമനോഹരമായ പ്രകൃതി ഭംഗിയാൽ വശീകരിക്കപ്പെട്ട് ഡോച്ചുല ചോർട്ടൻസ്, അതിൻ്റെ എതിർവശത്തുള്ള ചെറിയൊരു കുന്ന് കണ്ടോ? പൈൻ മരക്കാടുകളാണ്. പൈൻ. അപ്പോൾ അതിമനോഹര പ്രകൃതിയുടെ മനോഹാരിത, വശ്യത, ആ വശീകരണത്തിന് വശംവദനായി നടക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നമ്മുടെ ലക്ഷ്യയിലെ സുഹൃത്തുക്കളൊന്നും തന്നെ ഇല്ല. എല്ലാവരും ചായയൊക്കെ കുടിച്ച് വണ്ടി കയറി കാണുമെന്ന് തോന്നുന്നു. ഞാനൊരു 10 മിനിറ്റ് സമയം ചോദിച്ച് വാങ്ങി. 10 മിനിറ്റൊന്നും കിട്ടൂല, അത് മോശം. ആൾക്കാരെ കൊണ്ട് കാത്തിരിപ്പിക്കുന്നത് മോശം എന്ന് നമുക്കറിയാം. എങ്കിലും ഈ മനോഹാരിത ഒപ്പിയെടുക്കാതിരുന്നാൽ അതൊരു തീരാ നഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് വന്നതാണ് സുഹൃത്തുക്കളെ. ഇതിന് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പറയാൻ സാധ്യതയുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് മാത്രം കണ്ടാൽ മതിയോ, ഞങ്ങൾക്കും കാണണ്ടേ? അങ്ങനെ പറയാവൂലല്ലോ. അവരോട് കാണണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നില്ലേ എന്ന് പറയാനും പറ്റൂല. ഇതൊക്കെ കാണാനല്ലേ നമ്മൾ വരുന്നത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എല്ലാറ്റിനും ഒരു
പ്രതിരോധം നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ പോലും അതൊന്നും വില പോവുകയില്ല. അതുകൊണ്ട് എന്തും കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് ഇതുവഴി നടക്കുന്ന ഞാനാണ് ഇവിടെ ഉള്ളത്. ഞാൻ എങ്ങനെ ഇങ്ങോട്ട് കയറി വന്നെന്നറിയാമോ? ഇവിടെ വേലിയൊക്കെ ഉണ്ട്. അപ്പോഴത്തെ ആവേശത്തിൽ ഇങ്ങ് പോന്നു. ഏതോ ഒരു വഴിയുണ്ട് ഇവിടെ ഇറങ്ങാൻ. നോക്കാം. അപ്പോൾ ഇതുവഴി ഇറങ്ങാം എന്ന് വിചാരിക്കുന്നു. വന്ന വേറെ ഏതോ വഴിയില്ല. ആവേശം കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അവർ എന്ത് പറയുന്നു? വഴക്ക് പറയുന്നോ? തെറിയൊന്നും പറയുന്നുമില്ല. അത് വേണമെങ്കിൽ കേൾപ്പിച്ച് തരാവുന്നതേ ഉള്ളൂ. അത് വേണ്ട. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. എനിക്ക് പ്രശ്നമല്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് എന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിമനോഹര പ്രകൃതിയുടെ ഇടയിൽ ഒരു ചെറിയ പരിഭവം പ്രശ്നമില്ല. ഒരു ചെറിയ തട്ടിക്കയറൽ, അങ്ങനെ തട്ടിക്കയറുന്നവരാരുമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം കാണാൻ പറ്റി. നമ്മുടെ ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ സമയത്ത് തന്നെ എത്തി. ആരും ഒന്നും തന്നെ പറയാനില്ല. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ താമസിച്ചു പോകുമെന്ന് വിചാരിച്ചു. ആ കുന്നിലൊക്കെ പോയി കൃത്യസമയത്ത് തന്നെ എത്തി. പക്ഷേ എനിക്ക് എത്താൻ പറ്റി. കാരണം നമുക്ക് വേണ്ടി ആളുകൾ കാത്തിരുന്ന അത് മോശം. അപ്പോൾ സാറ് വളരെ ഗംഭീരമായി സംസാരിച്ചു. അപ്പോൾ ഇനി ഈശോ ചേട്ടനോടും കൂടെ ചോദിക്കണം. ചേട്ടാ എന്ത് പറയുന്നു? എന്ത് പറയാനാ, വിറച്ചോണ്ടൊന്നും പറയാനേ പറ്റും. അല്ലെങ്കിൽ നമ്മൾ പറയുമായിരുന്നു. അതെ, പല കാര്യങ്ങളും. എനിക്കാണ്ട് എൻ്റെ കൈ വിരലൊക്കെ ഇത് ചെയ്തു. ഇവിടെ വലിയ ചർച്ചയിലാണ്. ബിജോയ് ഇപ്പം എന്തൊക്കെയോ കഥ പറയുകയാണ്. ഇനി ഇപ്പൊ ഇവിടെ അല്ല, കാശ്മീരാണ്. അപ്പൊ അതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വരികയാണ്. അതിമനോഹരമായ പ്രകൃതി ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരുന്നതിനും കുഴപ്പമില്ല. ഹിമാലയ സാനുക്കൾ, തെളിഞ്ഞ പ്രകൃതി. ഇത്രയും തെളിഞ്ഞ പ്രകൃതി ഇവിടെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. മന്ത്രം എഴുതിയ മന്ത്രങ്ങൾ ധാരാളമായി, ബുദ്ധമന്ത്രങ്ങൾ എഴുതിയ, ബുദ്ധൻ്റെ ആപ്തവാക്യങ്ങൾ എഴുതിയ കൊടിയാണ് പാറിപ്പറക്കുന്നത്. ഇതിങ്ങനെ പാറിപ്പറക്കുമ്പോൾ ഈ മന്ത്രം അവിടെ അതിൻ്റെ മേളിലും ഒരു കൊടിയുണ്ട്. അത് ഒരു മൊണാസ്ട്രിയാണ്. ഈ കാറ്റത്ത് പറന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മന്ത്രം ഈ അന്തരീക്ഷത്തിൽ വിലയം പ്രാപിക്കുകയും ഇവിടെയെല്ലാം ഒരു പോസിറ്റീവ് എനർജി വരികയും ഈ മന്ത്രത്തിൻ്റെ ചൈതന്യം ഇവിടെയെല്ലാം വ്യാപിക്കുകയും ചെയ്തുകൊണ്ട് ഇവിടെ നന്മ കൈവരുത്തും. ഒരു കിളി വന്നിരിക്കുന്നു, കണ്ട. ഇത്ര അടുത്ത് ഒരു കിളി വരുന്നത് തന്നെ നമ്മുടെ നാട്ടിൽ വരില്ല. അപ്പോൾ കിളി പോലും വളരെ ഫ്രണ്ട്ലിയാണ് എന്നുള്ളതാണ്. കണ്ട, സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കോളണം. മൈന നമ്മളെ നാട്ടിൽ വന്നിരുന്ന അതിനെ ആളുകൾ പിടിച്ച് കൂട്ടിലാക്കും. അത് തന്നെ അതിൻ്റെ കാര്യം. അപ്പോൾ ഹിമാലയ സാനുക്കളാണ്, പ്രസിദ്ധമായ കൊടിമുടികളാണ്. മാസഗാങ്, സെൻറ്റഗാങ്, കാങ്ഷുക്കാങ്, ഗംഖർ ഫയൻസം തുടങ്ങിയ ഏറ്റവും ഉയരമുള്ള 7500 ചില്ലുവാനം മീറ്റർ ഉയരമുള്ള, കൃത്യമായ മീറ്റർ ഉയരം എത്രയെന്ന് ഇനി നോക്കി പറയണം. 7500 മുകളിൽ, 7000 മുകളിൽ ആണ് മീറ്റർ ഉയരം മിക്ക കൊടിമുടികൾക്കും. അതിൽ ഏറ്റവും ഉയരമുള്ള ഗാങ്ഖർ ഫുയൻസം, അതിന് 7500 ചില്ലുവാനം മീറ്റർ ഹൈറ്റുണ്ട്. ഓക്കെ.